നിങ്ങൾ ഇത് കാണണം. രാവിലെ ഞാൻ ഏട്ടനൊരു ഉമ്മ കൊടുക്കാൻ പോയതാ. ഈ പരിപരുത്ത ചുണ്ടൽ കൊണ്ടുള്ള ഉമ്മ വേണ്ടെന്ന് പറഞ്ഞ ഏട്ടൻ എന്നെ തള്ളി പറഞ്ഞു, തകർന്നു പോയി. എന്നാൽ പിന്നെ ഈ പരിപരുത്ത ചുണ്ടെല്ലാം തന്നെ ഒന്ന് മാറ്റി നല്ല മൃദുലുള്ള ചുണ്ടലാക്കി എടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊന്നും ഞാനും തീരുമാനിച്ചു. ഞാൻ വലിയൊരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു മൂലയ്ക്ക് കുറച്ച് കാപ്പിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് തേനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ പോലെ ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ടുള്ള ലിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോഴത്തെ കാലാവസ്ഥൻ്റെയൊക്കെ ആയിരിക്കണം, മിക്ക ആളുകളുടെയും പ്രശ്നം തന്നെയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര, ചെറിയ തരികളുള്ള പഞ്ചസാര എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി പോകുന്ന ചുണ്ടിൽ തേക്കാനായിട്ട് ഞാൻ ഇത്രയും വലിയ പ്ലേറ്റ് എന്തിനെടുത്തതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ കൊണ്ട് അപ്ലൈ ചെയ്യാം. അല്ലാന്ന് വെച്ചാൽ നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, നമ്മളുടെ ബ്രഷ് തന്നെ എടുത്തിട്ട് പല്ല് തേക്കുന്ന പോലെ തന്നെ ഈ ഒരു സംഭവം ബ്രഷിലാക്കിയിട്ട് ഇങ്ങനെ നമ്മുടെ ലിപ്പ് ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ കൈ കൊണ്ടാക്കാം. കുറച്ചൊക്കെ അകത്തോട്ട് പോയാലും കുഴപ്പമില്ല, അങ്ങോട്ട് ഇറക്കിയാൽ മതി. നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല കോഫിയുടെ ഒക്കെ നല്ലൊരു ടേസ്റ്റാണ്, മധുരവും നല്ല രസം. എന്നിട്ട് നന്നായിട്ട് കഴുകി വന്നതിന് ശേഷം തോലുകളൊക്കെ ഇങ്ങനെ ഇളകി നിൽക്കുന്നുണ്ടാകും, പിച്ചി പറിച്ചെടുക്കരുത്, ചോര വരും കേട്ടോ. പിന്നെ നേരെ ചെന്ന് നമ്മുടെ വീട്ടിലുള്ള നെയ്യ് എടുത്തുകൊണ്ട് വരാം. നെയ്യ് വെച്ച് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു മിനിറ്റിന് ശേഷം ഏതെങ്കിലും ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നമ്മുടെ ലിപ്പ് പതുക്കൊന്നൊന്ന് തുടച്ചെടുത്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി നെയ്യൊന്ന് അപ്ലൈ ചെയ്താൽ മതി. ആ ഒരു ഡ്രൈനെസ് ഒക്കെ തന്നെ മാറി ലിപ്പ് ഭയങ്കര സോഫ്റ്റ് ആവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.